ഹായ്, നമുക്കൊന്ന് തഞ്ചാവൂർ പോയിട്ട് വന്നാലോ? രാത്രി 11:05 കാരിക്കൽ എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് കാലത്ത് 9 മണിയോടെ നമ്മൾ തഞ്ചാവൂർ എത്തും. ഇതാണ് IRCTCയുടെ ഫ്രഷപ്പ് ആവാനുള്ള റിട്ടയറിംഗ് റൂം. ഒരാൾക്ക് 1 മണിക്കൂറത്തേക്ക് 200 രൂപയാണ് ചാർജ് വന്നത്. ഇത് നമുക്ക് പ്രീ ബുക്കും ചെയ്യാം. ഓൾറെഡി ഞങ്ങൾ ലേറ്റായെന്ന് ഞങ്ങൾക്ക് 3 പേർക്കും നല്ല ബോധ്യമുള്ളതുകൊണ്ടാവാം പെട്ടെന്ന് ഞങ്ങളെല്ലാവരും റെഡിയായി. ഭക്ഷണം കഴിക്കാതെ ഈ ഒരു അടി പോലും മുന്നോട്ട് പോയില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ തൊട്ടടുത്തുള്ള ആര്യഭവനിലെത്തി. മലയാളികളുടെ സ്ഥിരം പരിപാടി പോലെ മെനു കാർഡ് ഒന്ന് കിട്ടിയിട്ട് 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഒരു മസാല ദോശ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഈ കുട്ടിയുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം കുട്ടിക്ക് ഒട്ടും വിശക്കള്ളാന്ന്. അങ്ങനെ ഞങ്ങളുടെ ക്ഷമയ്ക്കൊടുവിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. നല്ല സൂപ്പർ ദോശ, വെറൈറ്റി ചട്നികളും എല്ലാം കഴിച്ച് ബില്ലും കൊടുത്ത് പോരാൻ നേരത്താ ഞങ്ങൾക്ക് പറ്റിയ പ്ലാനിങ്ങിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു ശ്രീ ആര്യഭവൻ. ഇവിടെ ഒരു മസാല ദോശയ്ക്ക് 185, ഒരു കോഫിക്ക് 45 രൂപയാണ്. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നതാണ്, പക്ഷെ നമുക്ക് 910 കട. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് തഞ്ചാവൂർ പെരിയ കോവിലിലേക്കാണ്. നമുക്ക് ശരിക്കും ബസ്സിന് 20 രൂപ ഫെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തഞ്ചാവൂർ ഇറങ്ങാം. പക്ഷേ ഞങ്ങളുടെ ഈ കോലം കെട്ടൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായില്ല. പിന്നെ ഓട്ടോയ്ക്ക് ആണെങ്കിൽ 100 രൂപ താഴെയാണ് ഫെയർ വരുന്നത്. ഇൻ കേസ് ബസ്സിലാണ് പോകണമെങ്കിൽ സ്ത്രീകൾക്കവിടെ ഫ്രീ ആണ്. അങ്ങനെ എല്ലാത്തിനോടുവിൽ നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പെരിയ കോവിൽ. ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിൻ്റെ മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശമുണ്ട്. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശിലയുണ്ട്. 400 തൂണുകളുള്ള വരാന്തയും 5 നിലയിലുള്ള പ്രവേശന ഗോപുരവുമുണ്ട്. മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ലൊരു ഉദാഹരണമാണിവിടെയിടം. கோவில் வந்திருக்கேன், இதை மட்டும் அப்படியே എത്രയൊക്കെ തന്നെ ഈ മഹാക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തിയിട്ടും ഞങ്ങൾക്ക് മതിയാകുന്നില്ല എന്നതായിരുന്നു ഒരു സത്യം. 216 അടി ഉയരമുണ്ടായിട്ടും നിഴലുകൾ പതിക്കുന്നില്ല എന്നത് ഒരു വലിയ അത്ഭുതമാണ്. എല്ലാത്തിനൊടുവിൽ തഞ്ചാവൂർ ബൊമ്മയും അവിടുത്തെ സ്പെഷ്യൽ ടേസ്റ്റും ഡ്രസ്സുകളും അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങി. അതൊന്നും ഒട്ടും ഞങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെ ഉണ്ടല്ലോ ചേട്ടാ. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടയിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന് പരാതി വേണ്ട. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എല്ലാത്തിനൊടുവിൽ ഞങ്ങളുടെ സ്റ്റേഷനിലെത്തി. ഞങ്ങൾക്ക് 6:20 ഇവിടുന്ന് ട്രെയിൻ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ നേരത്തെ എത്തി. രാത്രി കഴിക്കാനുള്ള ഭക്ഷണവും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കയറിയത്. ഫുഡിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ പൊതി കൂടി ഞങ്ങൾ വാങ്ങിയിരുന്നു. ഈ വരുന്ന പയ്യൻ ഞങ്ങളോട് പസിക്ക് തക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. ഞങ്ങൾക്ക് 3 പേർക്കും കുട്ടികളുള്ളതുകൊണ്ടായിരിക്കാം ഇവൻ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒരു എക്സ്ട്രാ ഫുഡ് കൂടി കരുതി. അത് കൊടുത്തപ്പോൾ ഉള്ള അവൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ ഈ വരവിനെ കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. പിന്നെ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളും എല്ലാം കൊണ്ട് ഞങ്ങളുടെ യാത്ര കംപ്ലീറ്റായി. ഒരു ചെറിയൊരു കാര്യം കൂടി ബാക്കിയുണ്ടായിരുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ
ദിസ് ഇസ് ഹരിത സൈനിങ് ഓഫ്.